ഹലോ ഹായ് നമസ്കാരം. ആങ്കർ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആങ്കർ വ്ളോഗായിട്ട് നിൽക്കുന്നത് വണ്ടികളുടെ ലോഞ്ചിങ്ങിന് മിക്ക വണ്ടികളുടെ ലോഞ്ചിങ്ങിന് ഞാനിവിടെ വന്നിട്ടുണ്ട്. വന്നപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വണ്ടികളെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ സെയിൽസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. സെയിൽസിലെ അഖിലിനോട് തന്നെ ചോദിച്ച് നമുക്ക് ഓഫേഴ്സ് അറിയാം. അതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. വണ്ടി ഇഷ്ടപ്പെടാത്ത ആരാമില്ല. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരു ചെറിയ വാഹനമെങ്കിലും 4 വീലറുണ്ട്. അപ്പോൾ അഖിലേ വാ. നമസ്കാരം അഖിലേ. അപ്പം നമ്മൾ ഓണം അടിച്ചു പൊളിക്കാൻ പോലെ കാര്യം ഞാൻ അറിഞ്ഞതൊരു സംഭവം ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഈ ഇൻഡസ്ട്രിയിൽ, വണ്ടിയുടെ ഇൻഡസ്ട്രിയിൽ, വെഹിക്കിളിൻ്റെ ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ഷോറൂമും ഓണത്തിന് മുമ്പ് നമ്മുടെ ഓഫേഴ്സ് റിവീൽ ചെയ്യുന്നത് അല്ലേ? അതായത് ഇപ്പം കർക്കിടക മാസം നടക്കുകയാണ്, മലയാള മാസം. ഈ സമയത്ത് ആരും ഓഫർ വയ്ക്കത്തില്ല. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഓണത്തിന് മുമ്പേ ആ ഒരു ഓഫർ വെച്ചത്? ഓഫർ വെച്ചാൽ അതായത് ഞങ്ങൾ മാത്രമല്ല, ഓൾ കേരളയിലേക്ക് നമ്മുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു സപ്പോർട്ടാണ്. കാരണം ഓണത്തിന് എല്ലാ ബ്രാൻഡും നമ്മൾ നോക്കുന്നതാണ് കേരളത്തിലെ അവരുടെ സെയിൽസിൻ്റെ റിപ്പോർട്ടായിരിക്കും എപ്പോഴും നോക്കുന്നത്. അപ്പോൾ അതിനൊരു സപ്പോർട്ട്, ടാറ്റയുടെ വണ്ടിയൊക്കെ ഒരു സപ്പോർട്ടിന്, നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ഒരു സപ്പോർട്ടിനായിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് അങ്ങനെ ഒരു ഇത് വെച്ചാക്കുന്നത്. കാരണം എല്ലാ തവണയും ചേട്ടൻ പറഞ്ഞ കണക്ക് നമുക്ക് ഏത് മാസമാണ് ഓണം ആ മാസം 1-ാം തീയതി നമുക്ക് അനൗൺസ് ചെയ്തത്. മലയാള മാസമായിരിക്കും. ഈ മാസമാണെങ്കിൽ നമുക്ക് നെട്ട് മുന്നത്തെ ദിവസം, അത് അടുത്ത മാസം ഓണമാണെങ്കിൽ ഈ മാസമേ നമുക്ക് ഓഫേഴ്സ് 5-6 ആയിട്ടുള്ളൂ, കുറച്ചായിട്ടുള്ളത്. നമുക്ക് അപ്പോഴത്തേക്കും ഓഫേഴ്സ് ടാറ്റ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഈ 2 മാസത്തോളം ഫുൾ ഓഫേഴ്സാണ് ഇപ്പോൾ അനൗൺസ് ചെയ്താക്കുന്നത്. പക്ഷേ അത് ഈ കർക്കിടക മാസത്തിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ നഷ്ടങ്ങളുണ്ടാവില്ല. കാര്യം എല്ലാവരും ഈ മാസം എടുക്കണമെന്നില്ല. പക്ഷേ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു ഓഫർ വെച്ചതിന് ശേഷമുള്ള ഒരു എൻക്വയറീസ്? നല്ല രീതിയിൽ ഒരു ബൂസ്റ്റപ്പ് ഉണ്ട് നമുക്ക്. അതെ, കാരണം അത്യാവശ്യം നല്ലൊരു, കാരണം എല്ലാവരും കർക്കിടകത്തിൽ നമ്മൾ പലരും പറയുന്നത് വണ്ടികളുടെ സെയിൽ കുറവാണ്. തീർച്ചയായിട്ടും കുറവായിരിക്കും. പക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ കുറവിന് കാരണമുണ്ട് വരാൻ ഓണത്തിൻ്റെ ഓഫർ. ആ ഓഫർ നമ്മൾ മുൻകൂട്ടി കൊടുക്കുന്നു. അതുകൊണ്ട് അത്യാവശ്യം സെയിൽ കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോറൂമിനകത്തേക്ക് പോകാം. കുറച്ച് വണ്ടികളൊക്കെ ഒന്ന് കാണാം. കൂട്ടത്തിൽ നമുക്ക് ഓഫർ കൂടെ അറിയില്ലേ? അപ്പോൾ നമ്മൾ അകത്തേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് EVയുടെ സ്പെഷ്യൽ ലോഞ്ചുള്ള സ്ഥലത്ത്. കളർഫുൾ ആയിട്ടുണ്ട്. ഈ ഗ്രീൻ എന്ന് പറയുന്നത് എനിക്ക് നമ്പർ പ്ലേറ്റ് ഗ്രീൻ ആണ്. അതെ, ഈ എല്ലാ EVകൾക്കും ഗ്രീൻ ആണ് വരുന്നത്. അതെ. അപ്പം ഞാൻ വേറൊരു സംഭവം ഞാനിപ്പോൾ റീസെൻ്റ്ലി അറിഞ്ഞൊരു കാര്യം, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഓണ സമയത്ത് നിങ്ങൾക്ക് EV പ്രോഡക്റ്റ് അവൈലബിൾ, അതായത് 2000+ നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആണെന്ന് ഞാനിങ്ങനെ അറിയാം. അതെ, അത് ടാറ്റ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ ഇന്റേണലി ഉള്ളതാണ്. വേറെ ഒന്നുമല്ല, നമുക്കിപ്പം ഏറ്റവും കൂടുതൽ റീസെൻ്റ് ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ് നമ്മുടെ ടിയാഗോ EV. അതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുക്കിംഗ്സ് വരുന്നുണ്ട്. വണ്ടി ചില സമയത്ത് കിട്ടാൻ ഡിലേ വരുന്നുണ്ട്, ചില സമയത്ത് കിട്ടാറുണ്ട്. അപ്പം മിക്സഡ് ഇതാണ് സപ്ലൈ വരുന്നത്. പക്ഷേ നമുക്ക് ഇപ്പം കഴിഞ്ഞൊരു നമ്മുടെ മീറ്റിംഗിൽ ടാറ്റയായിട്ടുള്ള ഒഫീഷ്യൽസ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം ഓണമായിട്ട് സപ്പോർട്ടിനായിട്ട് 2000+ വെഹിക്കിൾസ് ടിയാഗോ EV മാത്രം കേരളത്തിലേക്ക് ടാറ്റ EV മാത്രം വരുന്നുണ്ട്. അതായത് വണ്ടി ബുക്ക് ചെയ്താൽ ഞങ്ങളുടെ നിങ്ങൾ ധൈര്യമായിട്ട് വണ്ടി എടുത്തോ, വണ്ടി റെഡി കിട്ടിയിരിക്കും. ഇതാണ് അവരുടെ ഓഫർ. അത്രയും രീതിയിൽ ടാറ്റ നമ്മുടെ കേരളത്തിലേക്ക് ഈ ഓണത്തിന് അവർ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും വണ്ടിയുടെ സപ്ലൈ. ഒരു കാര്യം ഉണ്ടാകില്ല, ഞാൻ വേറെ കാര്യം പറയാം. നമുക്ക് ഇനിയിപ്പോൾ എല്ലാവരും EVയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം EV സ്പെഷ്യലിസ്റ്റാണ്. EVയുടെ മാത്രം വണ്ടികൾ കൊടുക്കാൻ, അതിൽ മാത്രം സെയിൽസ് നിൽക്കുന്ന ഒരാളാണ്. അത് മാത്രമല്ല, EVയുടെ ഒരു കാര്യം ഞാൻ നോക്കിയപ്പോൾ 1 മണിക്കൂറുണ്ട് ഫാസ്റ്റ് ചാർജിങ് ആണല്ലേ. 250 കിലോമീറ്റർ, 300 പറഞ്ഞാലും നമുക്ക് അത്രയും പറയുന്നില്ല. ഒരു 250 കിലോമീറ്റർ, അതായത് 250 കിലോമീറ്റർ നമുക്ക് ന്യായമായിട്ട് ഓടാം. അതിന്റെ ഗുണമെന്ന് വെച്ചാൽ 100 രൂപ അല്ലെങ്കിൽ 200 രൂപയ്ക്ക് ചാർജ് ചെയ്തുകൊണ്ട് വരെ പോയിട്ട് വരാം കൊട്ടാരക്കര. അതെ, കാരണം EV യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് നല്ലോണം. ഈവൻ ഞാനിപ്പോൾ എൻ്റെ ബൈക്ക് ഉൾപ്പെടെ കൊടുത്തിട്ട് ഞാൻ EV എടുത്ത ആളാണ്, സ്കൂട്ടി. കാരണം അതെ, സിമ്പിൾ എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള നമ്മൾ എക്കണോമിക്കലായിട്ട് ഒരു ബെനിഫിറ്റ് EV ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാ കസ്റ്റമേഴ്സും പൊല്യൂഷൻസിന്റെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും റൈഡിങ് കംഫർട്ട് ബെറ്ററാണ്. ചിലർ EV എടുക്കാൻ വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് EV എടുക്കേണ്ട കാര്യം വലിയ ഓട്ടമല്ല, പക്ഷേ ഞാൻ എന്നിട്ട് EV എടുക്കുന്നത് വണ്ടി ഓടിക്കുമ്പോൾ റൈഡിങ് കംഫർട്ട് അത് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരു വണ്ടി എടുക്കും. ഒരു ഡൗട്ട് വെച്ചിട്ട് എല്ലാവരെയും ഒരു ഡൗട്ട്, ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്കും ബാറ്ററിയുടെ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുള്ള ചർച്ചകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ അത് നമ്മൾ മാറ്റി കൊടുക്കണം. അതെ, പലരും പറയുന്നുണ്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ വണ്ടിയുടെ ബാറ്ററി എടുത്ത് മാറ്റേണ്ടി വരും. അങ്ങനെയാണ്. ഈവൻ ടാറ്റയുടെ വണ്ടി മാത്രമല്ല, ടാറ്റയുടെ വണ്ടിക്കായാലും മിക്ക EVകൾക്ക്, എല്ലാ ബ്രാൻഡ് EVകൾക്കും ബാറ്ററി വാറണ്ടി തന്നെ ഡിഫോൾട്ടായിട്ട് 8 വർഷത്തെ വാറണ്ടി ഉണ്ട്. കാരണം ഈ 8 വർഷമാണ്. ഇപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ്, നമ്മൾ ഏതെങ്കിലും ഒരു സിമ്പിൾ പ്രോഡക്റ്റ് വാങ്ങിയത് 1 വർഷത്തെ, ഒരു ഫോൺ വാങ്ങിച്ചു നമുക്ക് 1 വർഷത്തെ വാറണ്ടിയാണ്. ഒരിക്കലും 1 വർഷം കഴിയുന്നതിൻ്റെ അടുത്ത സീസണിൽ കംപ്ലൈൻ്റ് ആയി പോകത്തില്ല. 1 വർഷം വരെ അഷ്യൂർഡ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ 8 വർഷം വരെ നമുക്ക് ഗ്യാരണ്ടി. അത്യാവശ്യം നല്ല ഓട്ടമുള്ളതാണെങ്കിൽ 8 വർഷം കൊണ്ട് വണ്ടി സുഖമായിട്ട് ഓടി മുതലാക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബാറ്ററി ആയിട്ട് ഫുൾ സിസ്റ്റം നമുക്ക് മാറേണ്ട, സെൽ ബൈ യൂണിറ്റ് ഉള്ളത് മാത്രം മാറി എടുത്താൽ മതി. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് അത്. അല്ല, ഈ ഡൗട്ട് ക്ലിയർ ആണ്. EV വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അതിന് 3 വർഷം കഴിഞ്ഞ് ബാറ്ററി മാറ്റം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യം അല്ല. 2022 വണ്ടികൾ ഇവിടെ അവൈലബിൾ ഉണ്ട്. കുറച്ചുണ്ട്. നമുക്കൊരു ഒരു 10-12 വണ്ടി മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന 2 വണ്ടിയേ ഉള്ളൂ. അതായത് നമ്മൾ ഓൾട്രോസിന് 2 ഓട്ടോമാറ്റിക് വണ്ടി, പിന്നെ പഞ്ചിൻ്റെ ഒരു കുറച്ച് മോഡൽസ്, നെക്സോണിൻ്റെ ഒരു 2 മോഡൽ. പിന്നെ നമുക്കുള്ളത് നമ്മളിപ്പോൾ ഈ നമ്മൾ നിയറസ്റ്റ് കിടക്കുന്ന സഫാരിയാണ്. സ്പെഷ്യൽ എഡിഷൻ, ജെറ്റ് എഡിഷനാണ് കിടക്കുന്നത്. മൊത്തത്തിൽ ഒരു 12-13 വണ്ടിയാണ് ഉള്ളത്.
എല്ലാത്തിനും കൂടെ അതായത് സെലക്ടഡ് മോഡൽസ് ആണ്, എല്ലാ മോഡൽസിനും സെലക്ടഡ് മോഡൽസ് 2 ലക്ഷം രൂപ വരെയുള്ള ഡിസ്കൗണ്ട്സ് നമ്മൾ അനൗൺസ് ചെയ്തു. നമുക്ക് സഫാരിക്കാണുള്ളത്. സഫാരിക്ക് വരുന്നത് ഡിപ്പെൻഡ് ആണ്, വണ്ടി ഡിപ്പെൻഡ് ആണ്. അപ്പം വണ്ടി അനുസരിച്ച് വേരി ചെയ്യാം. അപ്പം പല നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതല്ല, കമ്പനി ഡിസൈഡ് ചെയ്യും അത് ഏത് വണ്ടിക്കാണ് അവർ തരേണ്ടതെന്നുള്ളത്. അത് അവർ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. 2022 12 വണ്ടികളാണ് നമുക്കിപ്പോൾ സ്റ്റോക്കുകൾ. 13 വണ്ടികൾ ഓൾ കേരളയാണോ? അല്ലല്ല, നമ്മളെ കൊല്ലം ജില്ലയിലേക്ക്. മുത്തൂറ്റിൽ മാത്രം നമുക്ക് 12ഓളം വണ്ടികളുണ്ട്. 2 ലക്ഷം രൂപ ഈ സമയത്ത് സേവ് ചെയ്യുക പറഞ്ഞത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് ഈ 2 ലക്ഷം രൂപയ്ക്ക് അല്ലാതെ അതിനകത്തല്ലാത്ത ഓഫേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. 2022 വണ്ടി പുതിയ വണ്ടികൾക്കുള്ളതല്ല, അത് നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് 2022 വണ്ടികൾക്ക് ഈ 2 ലക്ഷം അല്ലാതെ വേറെ എന്തെങ്കിലും അഡീഷണൽ ആക്സസറീസ് എന്തെങ്കിലും നമുക്കിപ്പോൾ 2 ലക്ഷം രൂപ വരെയുള്ള ഓഫേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് അത് കൂടാതെ ഇപ്പോൾ ഈ പറഞ്ഞ ഓണത്തിലേക്കാണ് എടുക്കുന്നത്. നമുക്ക് വണ്ടി ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് മുത്തുനായിട്ട് നമുക്ക് എന്തെങ്കിലും കൂടെ അഡീഷണൽ നമ്മളെ കസ്റ്റമറിന് സപ്പോർട്ടാണ് എന്തെങ്കിലും ഒരു അഡീഷണൽ സപ്പോർട്ടുള്ള രീതിയിൽ ഈ 2 ലക്ഷം രൂപയുടെ ഓഫർ കൊടുക്കുന്നത് മുത്തൂറ്റാണ്, ടാറ്റ അല്ല, മുത്തൂറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അതെ അതെ. ഇത് പറയാൻ കാരണം ഞാനും ഒരു 4-5 വർഷം ഈ ഫീൽഡായിരുന്നു. അതെ അതെ. സത്യത്തിൽ ഞാൻ വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ വന്നേ. ഇവിടെ വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ വന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് നമ്മുടെ നിസാർ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് വേടാ നീ ഇത് ചെയ്യണ്ട, നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഓഫേഴ്സ് ഉണ്ട് അത് ആൾക്കാരിലേക്ക് ഒന്ന് എത്തിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഓഫേഴ്സ് അല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്, അതിന് കുറച്ച് വണ്ടികളെ ഒന്ന് കാണിച്ചു. നമ്മുടെ ടാറ്റയുടെ വണ്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലേറ്റസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് എനിക്ക് ഹാരിയറാണ്. അതിൻ്റെ ഇത് ഏറ്റവും വലിയ സോളാണ്, ഭയങ്കര നല്ല കട്ടിയാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇതിനുകൊണ്ട് സഫാരിക്കുണ്ട് വമ്പൻ ഓഫറുണ്ട്. ഇത് എനിക്ക് അപ്ഡേഷൻ ആവുന്നതിന് മുമ്പുള്ള വണ്ടി. അതെ, ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ സഫാരി ജെറ്റ് 2022 മോഡലാണ് സംസാരിച്ചത്. അതിനുശേഷമുള്ള ഈ 2 മോഡൽ സഫാരിയുടെ ഡാർക്ക് എഡിഷനും നമ്മുടെ ഹാരിയറിന്റെ മിഡ് വേരിയന്റും ആണ്. ഇത് രണ്ടും ആക്ച്വലി 2023 വണ്ടി തന്നെയാണ്. പക്ഷേ 23 നമുക്കൊരു അപ്ഡേറ്റ് വന്നു. ADAS ഫീച്ചേഴ്സ് 360 ക്യാമറ എല്ലാം ഒരു അപ്ഡേറ്റ് വന്നു. ആ അപ്ഡേറ്റിന് തൊട്ട് മുന്നേ ഉള്ള മോഡലാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഓഫേഴ്സ്, അതൊരു പേൾ വൈറ്റ് ആണ്. ക്രിസ്റ്റ്യൻ വൈറ്റ് എന്ന് പറയും. ഇതിന് എത്രയാണ് ഓഫർ വരുന്നത്? അതെ, 2 മണിക്ക് സഫാരി ഹാരിയർ നമുക്ക് ഓൾമോസ്റ്റ് 1.5 ലക്ഷത്തിന് മുകളിലോട്ടുള്ള ഓഫേഴ്സ് ഉണ്ട്. ഏകദേശം ആ റേഞ്ച്. അത് വണ്ടി അനുസരിച്ച് വേരി ചെയ്യും. നമ്മുടെ ഇവിടുത്തെ ഹാരിയർ സഫാരി സ്പെഷ്യൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് വാല്യൂ അറിയാൻ പറ്റും. അതെ അതെ. ഇത് പറയാം, നമുക്ക് 2023 വണ്ടിയാണിത്. അപ്ഡേഷൻ ഉണ്ടെന്നുള്ളത്, പക്ഷേ ഇത്രയും ഓഫർ ഉണ്ട്. ഓഫേഴ്സ് ഉണ്ട്. ഇത് ബ്ലാക്ക്, അപ്പുറത്ത് ആ കളർ എന്താണ്? അതാണ് നമ്മുടെ സ്പെഷ്യൽ എഡിഷൻ, നമ്മുടെ ജെറ്റ് എന്ന എഡിഷൻ. ഇതോടെ നമുക്ക് നോക്കാം. ജെറ്റ് ഈ കളർ കൊള്ളാം, കാര്യം ഒരു സ്പെഷ്യൽ കളർ. അതെ അതെ, തീർച്ചയായിട്ടും കൊള്ളാം. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇങ്ങോട്ടൊന്ന് വന്നാൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇതിൻ്റെ അലോയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് അലോയ്സ് സ്ലീപ്പായിട്ട് കൂട്ടുന്നതല്ല. ഇതെന്താണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്? എന്തെങ്കിലും അതൊരു ആക്ച്വലി 10 സ്പോക്ക് അലോയ്സ് എന്ന് പറയാറുണ്ട്. പക്ഷേ നോക്കുമ്പോൾ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പാണ് ആക്ച്വലി. അത് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. ഇവിടുന്ന് ഓടുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര രസമാണ്, റണ്ണിങ് ഭയങ്കര രസമാണ് കാണാനിത്. നെക്സോണിൻ്റെ റെഡ് ആണ് വരുന്നത്. ദെൻ നമുക്കിത് ഡെറ്റോണ ഗ്രേ എന്ന് പറഞ്ഞാൽ ടിയാഗോയുടെ മിഡ് വേരിയന്റ് ഡെറ്റോണ ഗ്രേ എന്ന് പറയും. നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും അതായത് വിസിബിൾ അല്ലെങ്കിൽ ഏറ്റവും പ്ലേസ് കൂടിയ ഒരു ഷോറൂം അതെ ഇപ്പോൾ നമ്മുടെ മുത്തൂറ്റ് ടാറ്റ തന്നെയാണ്. വേറെ ഒരു ഷോറൂമിൽ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അറൗണ്ട് ഒരു 20 വണ്ടികളോളം ഇതിനകത്ത് ഡിസ്പ്ലേക്ക് അവർക്ക് ഇടാൻ പറ്റും. കാരണം അത്രയും വിസിബിളാണ്, അത്രയും സ്ഥലമുണ്ട്, അത്രയും 35,000 സ്ക്വയർ ഫീറ്റ് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് ഇപ്പോൾ നമ്മുടെ മുത്തൂറ്റ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായും വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഈ സൈഡിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കളറാണ് എനിക്കൊന്ന് കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. EV എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലിരുന്ന കളറാണ്. ഈ കളറാണ്. ഇത് എന്ത് കളർ? ടീൽ ബ്ലൂ എന്ന് പറയും. ഇത് ഞാൻ സത്യം പറയുന്ന റിവ്യൂ അല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതുള്ള. കാരണം ഈ വണ്ടികളൊക്കെ ഓൾറെഡി ഇറങ്ങി എല്ലാവരും മാർക്കറ്റിൽ ഉള്ളതാണ്. സ്റ്റാർട്ടിംഗ് മോഡലിൽ തന്നെ തുടങ്ങാം. നമുക്ക് ടിയാഗോ ആണ് സ്റ്റാർട്ടിംഗ് മോഡലിൽ നിന്ന്. ടിയാഗോയും അതിൻ്റെ തന്നെ സെഡാനായ ടിഗോറും ഉണ്ട്. രണ്ടിനൂടെ ഓൾമോസ്റ്റ് ഒരു 45,000 രൂപ വരെ വരുന്ന ഓഫേഴ്സ് നമുക്ക് ഓണത്തിന് വരുന്നുണ്ട്. പ്ലസ് നമുക്ക് ഈ പറഞ്ഞ കണക്ക് കോപ്പറേറ്റ് ഓഫേഴ്സ് വരുന്നുണ്ട്. കോപ്പറേറ്റ് 2,000 രൂപ തൊട്ട് 10,000 രൂപ. അത് വണ്ടി അനുസരിച്ച് വേരി ചെയ്യും, ഡിപ്പെൻഡ് ആണ്. ഓരോ വണ്ടി അനുസരിച്ച് അതിനകത്ത് നമ്മുടെ കോപ്പറേറ്റ് എന്നുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതനുസരിച്ച് വരും. അപ്പോൾ 2,000 രൂപ തൊട്ട്
10,000 രൂപ വരെ വേരി ചെയ്യുന്ന കോർപ്പറേറ്റ് ഓഫേഴ്സ് നമ്മളെ എല്ലാ വണ്ടിക്കും വരും. ക്യാഷ് ബാക്ക് ആണ്. ക്യാഷ് ബാക്ക് അല്ല, അതെ അതായത് ആ എമൗണ്ടുള്ള ഒരു അപ്രണ്ട് ആവുന്ന രീതിയിലായിരിക്കും കുറച്ച് കൊടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ടിയാഗോ ടിഗോർ മോഡലിന് 45,000 രൂപ വരെ ഓഫേഴ്സാണ് വരുന്നത്. പിന്നെ നമ്മുടെ പ്രീമിയം ഹാച്ചിനകത്തുള്ളതാണ് ഓൾട്രോസ് എന്ന് പറയുന്ന മോഡൽ. അത്യാവശ്യം ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല സെല്ലിങ്ങുള്ള മോഡലാണ്. ഓൾട്രോസ് നമുക്ക് ഈ മാസം കോർപ്പറേറ്റിനകത്ത് വരുമ്പോഴേക്കും 30,000 രൂപ വരെ വരുന്ന കോർപ്പറേറ്റ് ഓഫേഴ്സ് വരും. ടോട്ടൽ കോർപ്പറേറ്റ് അല്ല, ടോട്ടൽ ഓഫേഴ്സ് വരുന്നുണ്ട്. പ്ലസ് നേരത്തെ പറഞ്ഞ പോലെയുള്ള കോർപ്പറേറ്റ് ഓഫേഴ്സ് വരുന്നുണ്ട്. അത് കൂടാതെ കോർപ്പറേറ്റ് ഓഫേഴ്സ് ചില അറിയില്ല, ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലേ ഉദ്ദേശിക്കുന്നത്? ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്, നമ്മൾ ടോപ്പ് 20 കോർപ്പറേറ്റ് കമ്പനീസ്, ചില കമ്പനീസ് കാറ്റഗറൈസ് ഫോം 60 ഉള്ളവർക്ക് കിട്ടും. അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വർക്ക് ചെയ്യുന്ന, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് കേരള വർക്ക് ചെയ്യുന്ന എല്ലാവരും കിട്ടും. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ റിലയൻസ് ഗ്രൂപ്പ്, ICICI ബാങ്ക്, SBI, ബാങ്ക് ഓഫ് ബറോഡ, അങ്ങനെ കുറച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കുറേ 20 കമ്പനീസ് ഉണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ നമ്മൾ EV ഒക്കെ ആണെങ്കിൽ ഡെന്റൽ ഡോക്ടേഴ്സിന് പ്രത്യേകമുണ്ട്, നോർമൽ ഡോക്ടേഴ്സിനുള്ള സ്കീമുണ്ട്. അങ്ങനെ കുറച്ച് ഓഫേഴ്സ് വരുന്നുണ്ട്, സ്പെഷ്യൽ ഓഫേഴ്സ് വരുന്നുണ്ട്. അത് കൂടുതൽ കോർപ്പറേറ്റ് കൂടാതെ EV കസ്റ്റമേഴ്സിന് ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ സെക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓൾട്രോസ് ആകുമ്പോൾ ഒരു 30,000 രൂപ വരെ വരുന്ന ഓഫേഴ്സ് വരുന്നത്. പിന്നെ ഏറ്റവും വലിയ ഒരു സർപ്രൈസ് 30,000 പ്ലസ് കോർപ്പറേറ്റ് ഓഫേഴ്സ് വരും. പിന്നെ കോർപ്പറേറ്റ് ഓഫർ എത്രയാണ് വരുന്നത്? അത് നേരത്തെ പറഞ്ഞ കണക്കാ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും ഏത് കോർപ്പറേറ്റ്. ഇപ്പം ടോപ്പ് 20 കോർപ്പറേറ്റ് ഉണ്ട്, ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഉണ്ട്, അങ്ങനെ കുറച്ച് സ്കീമുകളുണ്ട്. അവൈലബിൾ ആയിട്ടുള്ളത് അത് വരും. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഗവൺമെന്റ് ഓഫ് കേരള വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എടുക്കുന്ന വണ്ടി ഏതാണോ ആ സാറിൻ്റെ ID കാർഡും ലാസ്റ്റ് വന്ന് സാലറി സ്ലിപ്പ് വെച്ച് നമ്മൾ ടാറ്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അറിയാൻ പറ്റും. സാലറി ബേസിലായിരിക്കും അവരെ സ്കീം ബേസ് ചെയ്തപ്പോൾ ചിലപ്പോൾ 2,000 ആയിരിക്കും, 5,000 ആയിരിക്കും, 10,000. അത് വണ്ടി എല്ലാം അനുസരിച്ച് വേരി ചെയ്യുന്നു. സാധാരണക്കാർക്ക് 30,000 രൂപ ഓഫേഴ്സാണ് വരുന്നത്. പിന്നെ സർപ്രൈസിലി നമുക്ക് ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സോണും പഞ്ചും വണ്ടി ലോഞ്ച് ചെയ്യാൻ അന്ന് തൊട്ടേ ഇതൊരു ഓഫേഴ്സ് കൊടുക്കാത്ത വണ്ടിയാണ്. പഞ്ചിന് കൊടുത്തിട്ടില്ല, നെക്സോണിനും കൊടുത്തിട്ടില്ല. പഞ്ചിന് ഇടയ്ക്ക് വെച്ചൊരു 5,000 ഒരു ഓഫർ വന്നപ്പം പോലും നെക്സോണിന് കൊടുത്തിട്ടില്ല. ആ നെക്സോണിനും പഞ്ചിനും 20,000 വരെയുള്ള ഡിസ്കൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രീമിയം സെഗ്മെന്റ് ഹാരിയർ സഫാരിക്ക് ഓൾമോസ്റ്റ് ഒരു 70,000 രൂപ വരെയുള്ള ഓഫേഴ്സ് വരുന്നുണ്ട്. ഇൻക്ലൂഡിങ് കോർപ്പറേറ്റ് എല്ലാം ചെയ്ത് 70,000 രൂപ വരെയുള്ള ഓഫേഴ്സ് വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ നോർമൽ വണ്ടിയൊക്കെ എല്ലാം വരുന്ന ഓഫേഴ്സ്. അതാണ് നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ള. പിന്നെ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ EVക്കകത്ത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 65,000 രൂപ വരെയുള്ള ഓഫേഴ്സ് നമ്മുടെ നെക്സോൺ EVക്കും നെക്സോൺ EV പ്രൈമിനും മാക്സിനോട് വരുന്നുണ്ട്. അതായത് ഈ പറയുന്നതൊക്കെ വാറണ്ടി ഓഫേഴ്സ് വരുന്നുണ്ട്, കോർപ്പറേറ്റ് ഓഫേഴ്സ് വരുന്നുണ്ട്, എക്സ്ചേഞ്ച് ഓഫർ, അങ്ങനെ കുറച്ച് ഇത് വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെന്റൽ ഡോക്ടേഴ്സിനും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. ഡെന്റൽ അല്ലാത്ത നോർമൽ എല്ലാ ഡോക്ടേഴ്സിനും സ്പെഷ്യൽ ഓഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് വന്നതാണ് ഞങ്ങളുടെ ടിഗോർ EVക്ക് ഓൾമോസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു 82,000 83,000 രൂപ വരെയുള്ള ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അറൗണ്ട് 1 lakh വരെ വരുന്നുണ്ട് ഓഫേഴ്സ് വരുന്നുണ്ട്. ഈ ഞാൻ ചോദിക്കുന്നത് സാധാരണ കർക്കിടക മാസത്തിൽ അങ്ങനെ ഓഫർ കൊടുക്കാറില്ല. പക്ഷേ ഏറ്റവും അതിശയിപ്പിച്ച് ഞാനും ഷോറൂമിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഒരു 10 years ബാക്ക്. പക്ഷേ അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ സാധാരണ ചിങ്ങം ഫസ്റ്റ് തൊട്ടാണ് ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് എനിക്ക് കർക്കിടം ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തത്. കർക്കിടം ഒരു കഴിഞ്ഞപ്പോൾ ഈ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കഴിഞ്ഞൊരു 3-4 ദിവസം മുന്നേ ആയിരുന്നു ഓഫേഴ്സ് അനൗൺസ് ചെയ്തത്. അത് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, അത് വെച്ചിട്ടാണ് അനൗൺസ് ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ വരുന്ന കസ്റ്റമേഴ്സിനല്ല ഈ മാസം തൊട്ട് വന്ന് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നോട്ട് ബില്ലായവർക്ക് എല്ലാവർക്കും ഇതേ ഓഫേഴ്സ് കിട്ടും, അപ്ലൈബിളാണ്. ഓഗസ്റ്റ് ഫസ്റ്റ് തൊട്ടെന്നുള്ള നിങ്ങളൊരു ടാഗ് ലൈൻ ഉണ്ട്, അതെന്താണ് സംഭവം? അത് ആക്ച്വലി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഈ പറഞ്ഞ ഓഫേഴ്സിന് പുറമെ നമുക്കൊരു സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫേഴ്സ് വരുന്നുണ്ട്. ഈ പറഞ്ഞ iPhone 14 വരുന്നുണ്ട്, iPad വരുന്നുണ്ട്, നമ്മുടെ LED മൈക്രോവേവ്, അങ്ങനെ കുറച്ച് വരുന്നുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇപ്പോൾ ക്ലിയർ ക്ലാരിറ്റി ടാറ്റ ഇനി വരത്തേ ഉള്ളൂ. 14 എന്നേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാത്തിൻ്റെ ക്ലിയർ ക്ലാരിറ്റി ഇനി വരത്തേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അത് ഓഗസ്റ്റ് 1 തൊട്ടാണോ അതല്ല ഈ മാസം തൊട്ടുള്ള വണ്ടിയൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ക്ലാരിറ്റി ഇനി വരത്തേ ഉള്ളൂ. അതെന്തായാലും അതിൻ്റെ നറുക്കെടുപ്പ് ഓഗസ്റ്റ് 31 വരെയുള്ള ലിസ്റ്റ് കഴിഞ്ഞിട്ടേ പിന്നെ അത് എടുക്കത്തുള്ളൂ. അപ്പം മേ ബി ചിലപ്പോൾ ജൂലൈ ആവാം, അത് ഉറപ്പല്ല. അത് ഞാൻ പറഞ്ഞാൽ നമുക്ക് ആ ഓഫർ വരത്തേ ഉള്ളൂ. എന്തായാലും ഓഫറൊക്കെയാണ് നമ്മുടെ എന്തായാലും ടാറ്റ മോട്ടോഴ്സിൽ തന്നെ വന്ന് ഇവിടെ വന്ന് നമ്മുടെ ഒന്നുകിൽ അഖിൽ കാണും, അല്ലെങ്കിൽ എൻ്റെ ബിപിൻ കാണും, ബൈജോണം കാണും, എല്ലാവരും കാണും, അല്ലെങ്കിൽ നിസാർ സാർ കാണും മാനേജറല്ലേ. അതെ. ഇതിനകത്ത് ഏറ്റവും അതിശയിപ്പിക്കുന്നത് ഇപ്പോൾ ഓഫേഴ്സ് വാരിക്കോരി കൊടുക്കുകയാണ് നമ്മുടെ ടാറ്റ മോട്ടോഴ്സ്. കാര്യം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പിശുക്ക് കാണിച്ച ടാറ്റ മോട്ടോഴ്സ് ആയിരുന്നു ഓഫേഴ്സിൽ. പക്ഷേ ഇപ്പോൾ ഇത്രയും വണ്ടികൾ വിറ്റഴിക്കുന്നതുകൊണ്ടും പിന്നെ നിങ്ങൾ ഓഫർ കൊടുക്കുകയാണ്. ഇഷ്ടംപോലെ നിരത്തിൽ ടാറ്റയുടെ EV ഒക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു മറ്റു വണ്ടികളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ എനിക്കൊന്നും ഇപ്പം മുന്നിൽ നിൽക്കുന്ന വിറ്റോണ്ടിരിക്കുന്നത് ടാറ്റ തന്നെയാണ്. അല്ല, അതേ കാണാനുള്ളൂ, വണ്ടി കാണാനുള്ളൂ. പക്ഷേ അത്രയും ഓഫേഴ്സ് ഇത്രയും കൊടുത്തിട്ടും നിങ്ങൾ വീണ്ടും ഓഫേഴ്സൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയല്ലേ അത് പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം EVക്ക് എപ്പോഴും ഈ നമ്മളറിയാം പലർക്ക് EVയിലോട്ട് വരാൻ പലർക്കും ഒരു ഡൗട്ടാണ്, മേ ബി ഫ്യൂച്ചർ. പക്ഷേ എല്ലാവരും ഉറപ്പാണ്, കൺഫേം ആണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം
കൂടുതൽ കസ്റ്റമേഴ്സിനെ ഇ വിയിലോട്ട് ആകർഷിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫേഴ്സ് കൊടുക്കുന്നത്. കാരണം ഒരു എക്സ്പീരിയൻസ്, ഈവൻ ഞങ്ങളുടെ ഇവിടെ വരുന്ന ഒരു കസ്റ്റമർ ആയപ്പോൾ ഇ വി എടുക്കുന്നത് ഫസ്റ്റ് ഞങ്ങൾ കൊടുക്കുന്ന ഡ്രൈവ്, സാർ വണ്ടി ഒന്ന് ഓടിച്ചു ഇ വി ഓടിച്ചൊക്കെ പറയാൻ പറ്റും. ഇവിടെ ബെനിഫിറ്റ്, അതായത് ഡ്രൈവിംഗ് ബെനിഫിറ്റ് എന്താണെന്ന് അതിൽ തന്നെ അറിയാൻ പറ്റും. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ വണ്ടി ഇ വി ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെയാണ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി, വണ്ടി സ്റ്റാർട്ടായി അറിയത്തില്ല. അല്ല സീരിയസ്ലി, വണ്ടി സ്റ്റാർട്ടിങ് ആണോന്ന് അറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങളുടെ സെയിൽസിലൊരു പുള്ളി പോലെ വണ്ടി സ്റ്റാർട്ടിങ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഗിയർ ഇട്ടപ്പോഴത്തെ വണ്ടി ഫ്രണ്ടിലോട്ടൊരു പോകും. അപ്പോൾ എനിക്ക് മനസ്സിലായി സൗണ്ട്ലെസ് ആണെന്നുള്ളത് മനസ്സിലായി. കാര്യം ഇ വി സൗണ്ട്ലെസ് ആണെന്നുള്ളത് അറിയാം, പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവുന്നത് പോലും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ. പക്ഷെ അത് നെഗറ്റീവായിട്ടല്ല, അത് പോസിറ്റീവായിട്ട് തന്നെയാണ്. അതിനൊരു പോസിറ്റീവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു ഐസ് എഞ്ചിൻ, പെട്രോളോ ഡീസലോ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻസ് അവിടെ ഉണ്ടാകുന്ന ആ സൗണ്ട് നമുക്ക് ഇതിനകത്ത് വന്ന ആ സൗണ്ട് വരുന്നത്. അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഇപ്പോൾ പ്രീമിയം വണ്ടി ഓടിക്കുന്നവരല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ അത്യാവശ്യം ഡീസൽ വണ്ടി ഓടിക്കുന്ന കസ്റ്റമേഴ്സ് ഇ വി ഓടിച്ച് കുറച്ച് ഓടിക്കാൻ അവർ പറയുന്നത് ഭയങ്കര കാമൻ ഗോ പെട്രോൾ ഡ്രൈവാണ്. കാരണം ആ ഡീസൽ വണ്ടിയുടെ സൗണ്ട് ഇല്ല, വൈബ്രേഷൻസ് ഇല്ല, എത്ര നേരം വേണമെങ്കിലും വണ്ടി ഓടി. നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓടുമെന്ന് അറിയില്ല, വേറെ വണ്ടികൾ വന്നില്ലെങ്കിൽ അല്ലേ. നൈറ്റൊക്കെ നല്ല രസമായിരിക്കും റൈഡ് ചെയ്യാനൊക്കെ. എന്നുവെച്ചാൽ വണ്ടി ഓടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പലരും പറഞ്ഞ് സെക്കൻഡറി വണ്ടിയായിട്ട് ഇ വി എടുത്തിട്ട് പ്രൈമറി വണ്ടിയായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ പറഞ്ഞാൽ ഭയങ്കര സുഖമാണ്. ഇപ്പം നമ്മുടെ ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ എൻ്റെ ഫോളോവേഴ്സിനോട് എന്താ പറയുക, കാര്യം എൻ്റെ അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു ഫോളോവർ വന്നു, ഞാൻ അനീഷിൻ്റെ വീഡിയോ കണ്ടു അല്ലെങ്കിൽ അഖിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രത്യേക ഓഫർ എന്തെങ്കിലും കൊടുക്കും, സ്പെഷ്യൽ ഓഫറായിട്ട്? നമുക്ക് നമ്മുടെ എസ് എമ്മിനോട് തന്നെ ചോദിക്കാം. പുള്ളിയുടെ എന്തായാലും നമുക്കറിയാം എസ് എം നിങ്ങളോടുള്ള എന്തെങ്കിലും. അതെ. അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് നേരെ നമ്മുടെ വരുമ്പോൾ തന്നെ പറയുക, നമ്മുടെ നിസാർ സാറിനെ കണ്ടിട്ട് മാനേജറാണ്, സെയിൽസ് മാനേജറാണ്, അദ്ദേഹത്തിനോട് കണ്ടില്ലേ അഖിലുണ്ട് കണ്ടാലും മതി, അനീഷിൻ്റെ വീഡിയോ കണ്ടിട്ട് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആങ്കർ വ്ളോഗ് കണ്ടിട്ട് വരികയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് ആയിരിക്കത്തില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സസറീസിൽ എന്തെങ്കിലും ചെയ്യുന്ന ചാൻസ് ഉണ്ട്. ഓ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും ഓഫേഴ്സ് ആണുള്ളത്. കാര്യം നമുക്ക് 20 തൊട്ട് നമുക്ക് ഏതാണ്ട് അറൗണ്ട് 80,000 വരെ നമുക്ക് പുതിയ വണ്ടികൾക്ക് ഓഫേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സഫാരിക്കും അതുപോലെ തന്നെ ഹരിയറിനും 1.8 lakhs റുപ്പീസാണ് ഇപ്പോൾ ഇവിടെ ഓഫേഴ്സ് കൊടുക്കുന്നത്. 2023 വണ്ടിക്കാണ് അവർ ഓഫേഴ്സ് കൊടുക്കുന്നത്. അതിനകത്ത് അപ്ഡേഷൻ ഇല്ലാത്ത വണ്ടിയാണ്, കുറച്ച് അപ്ഡേഷൻ മാത്രമേ ഉള്ളൂ. അതെ, ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ വണ്ടികളും, പിന്നെ അത് 2022 12 വണ്ടികളോളം നമുക്ക് മുത്തൂറ്റ് ടാറ്റയിൽ അവൈലബിൾ ആണ്, കൊല്ലം ജില്ലയിൽ അവൈലബിൾ ആണ്. 2022 വണ്ടി എന്തിനാണ് എടുക്കുന്നത് വെച്ചാൽ രണ്ടുണ്ട് കാര്യം, നിങ്ങൾക്ക് നല്ല കൈനിറയെ ഓഫേഴ്സ് ഉണ്ട്, ഒപ്പം തന്നെ നമുക്കൊരു നല്ലൊരു വണ്ടി നമ്മുടെ കയ്യിലിരിക്കും. പക്ഷേ ടാറ്റയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് തിങ്സ് എല്ലാവരും പറയുന്നത് വണ്ടി ഇറങ്ങുന്ന വണ്ടിയെല്ലാം ഭയങ്കര സോൾഡാണെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഭയങ്കര ബലമാണ് അതിൻ്റെ, ഈ പറയുന്ന പോലെ നമ്മുടെ അതിൻ്റെ ബോണറ്റ് ആയാലും ഡിക്കി ആയാലും എല്ലാം ബൂട്ട് സ്പേസ് ആയാലും ബൂട്ട് സ്പേസ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്കല്ലേ അല്ലേ, എല്ലാം നല്ല രീതിയിൽ തന്നെ 250 kilograms ഒക്കെ ഉണ്ടല്ലോ അല്ലേ ഇപ്പോൾ. യൂട്ടിലിറ്റി മുന്നേ, അതായത് എടുക്കുന്ന കസ്റ്റമറിന് അത് വാല്യൂ ആയിരിക്കണം. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ വണ്ടികൾ ഇറക്കുന്നത്. നമ്മൾ മാത്രം എല്ലാ ബ്രാൻഡും അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊരു തുടക്കം എന്നുള്ള രീതിയിൽ ടാറ്റ കൊടുത്തു. ഇടയ്ക്കൊക്കെ ടാറ്റ മോട്ടോഴ്സ് ടാറ്റ എന്ന് പറഞ്ഞ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ടാറ്റ എന്ന് പറഞ്ഞ ഡിഫറൻസ് ആണ് അവരുടെ ഫേസ് ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ വരുന്ന എല്ലാ കസ്റ്റമറും സാർ ജസ്റ്റ് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം, ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് സാറിന് ഇഷ്ടപ്പെടും. അതെ, ടെസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് അഖിലേ, നമ്മുടെ ഫോളോവേഴ്സിന് ഇങ്ങനെ ഓഫേഴ്സ്. ഞാൻ തീർച്ചയായും ഇത് നിങ്ങൾ ഷെയർ ചെയ്യണമെന്നോ കമൻറ്റ് ചെയ്യണമെന്നോ ഫോളോ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളൊരു പ്രാവശ്യം നമ്മുടെ മുത്തൂറ്റ് ടാറ്റ രണ്ടാംകുറ്റിയിൽ കറക്റ്റ് സ്ഥലം നമ്മുടെ കല്ലുനാട് സിഗ്നലിൽ നിന്ന് രണ്ടാംകുറ്റിയിലോട്ട് പോകുമ്പോൾ കോയിക്കൽ, അതായത് റൈറ്റ് സൈഡാണ്, കല്ലുനാട് റൈറ്റ് സൈഡിലായിട്ടാണ്, നല്ല വിസിബിളാണ്, കാണാൻ വലിയൊരു ഷോറൂമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഓണത്തിന് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തീർച്ചയായിട്ടും കൈനിര ഓഫറുമായിട്ട് നമ്മുടെ മുത്തൂറ്റ് ടാറ്റ മോട്ടോഴ്സിൽ വന്നാൽ മതി, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ടാറ്റയുടെ മാക്സിമം ഓഫേഴ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ ഓണത്തിന്, അതായത് കർക്കിടക മാസം തൊട്ട് അവർ ഓഫർ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കർക്കിടകം ചിങ്ങം ഈ 2 മാസത്തിൽ നല്ല ഗംഭീര ഓഫറാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഈ ടാറ്റയുടെ ഏറ്റവും വലിയ അഹങ്കാരം എന്ന് പറയുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ സുരക്ഷിത വേണം എന്നുള്ളതാണ്. ഡ്രൈവിങ്ങിലൂടെയും പോകുമ്പോഴൊക്കെ ആക്സിഡൻറ്റ് എവിടെയും സംഭവിക്കാം. പക്ഷേ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വരുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്കെല്ലാം, ടാറ്റയുടെ വണ്ടികൾക്കെല്ലാം അമിത പ്രൊട്ടക്ഷനാണുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ടാറ്റയുടെ ആകാരം. അത് തന്നെയാണ് അവരെ മുന്നിലേക്ക് കച്ചവടത്തിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ടാഗ് ലൈനും. അത് മാത്രമല്ല വണ്ടി മൊത്തം നല്ല ബോൾഡാണ്. കാര്യം ഇതിൻ്റെ ഓരോ പാർട്സ് എടുക്കുകയാണെങ്കിൽ ബോണറ്റ് ആയാലും അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി പാർട്സ് എടുത്താലൊക്കെ നല്ല ബോൾഡാണ് ഈ വണ്ടികളുടെയൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ കൊണ്ട് തന്നെയാണ് ടാറ്റ ഇത്രയും മികവിലേക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിശേഷങ്ങൾ, വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഓഫേഴ്സ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വണ്ടികൾ ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുത്തൂറ്റ് ടാറ്റ മോട്ടോഴ്സ് രണ്ടാംകുറ്റിയിലാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. വണ്ടി എടുക്കണമെന്ന് പറയുന്നില്ല, ഷോറൂം കയറുക, വിസിറ്റ് ചെയ്യുക, അവിടുത്തെ ഓഫേഴ്സ് നിങ്ങൾ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ആങ്കർ വ്ളോഗ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വ്ളോഗോട്ട് വരുന്നവരായിരിക്കും. സൈനിങ് ഓഫ് അനീഷ് ഖാൻ.